നമ്മൾ ഈ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പുക, അതും വണ്ടികളിൽ നിന്നൊക്കെ പുക. പണ്ടൊക്കെ ഫാക്ടറി എന്നുള്ള പുകയാണ് കൂടുതൽ കാണിക്കുന്നത് പൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ പരസ്യം കാണിക്കും. ഇപ്പോൾ അത് കാണിക്കത്തില്ല. പകരം സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ കൈയിടാനൊരു സംഭവം ഉണ്ടല്ലോ ഇതിനകത്ത് റവന്യൂ അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. പാവപ്പെട്ടവൻ്റെ പോക്കറ്റ് അടിക്കുകയും പിടിച്ചു പറിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഗവൺമെൻറ് ജീവിച്ചു പോകുന്നത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് സാലറി വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മദ്യം കച്ചവടം ചെയ്യും. നാട്ടിൽ ഒരു ഹെൽമെറ്റ് ഇല്ല എന്ന് പറഞ്ഞ് വലിയൊരു കുറ്റകൃത്യം ചെയ്തതുപോലെ അയാളെ പെറ്റിയടിക്കും. എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ടാൽ പെറ്റിയടിച്ചും അങ്ങനെയൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. ഭയങ്കര ദയനീയമായ ഒരു പിടിച്ചുപറി മോഷണക്കാരൊക്കെ ജീവിക്കുന്ന പോലെ ജീവിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സങ്കടം തോന്നിയിട്ട് പലരും പൈസയൊക്കെ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. അത് ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ പൊല്യൂഷനെ പറ്റി പറയുമ്പോഴേ നമ്മൾ ഈ ആവശ്യമുള്ള സ്ഥലത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തും കുറേ ശ്രദ്ധ കൊടുക്കും. അപ്പോൾ ഈ പൊല്യൂഷൻ പുകയെന്ന് പറഞ്ഞ സാധനത്തെ ടെസ്റ്റ് ചെയ്തില്ല, മറ്റതിലോ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അവന് പെറ്റിയടിക്കും. ഈ റോഡിൽ ഈ ഗതാഗത തടസ്സം കാരണം മണിക്കൂറുകൾ ഒരു വഴിക്ക് ഒരുപാട് നേരം റോഡിൽ എഞ്ചിൻ ഓണായി കിടക്കുന്ന വണ്ടികളിൽ നിന്ന് ഉള്ള എമിഷൻ കുറച്ചാൽ തന്നെ ഇവിടെ പൊല്യൂഷൻ പകുതിയാവും. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ട്രാഫിക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യേണ്ടി വരും. ആ ട്രാഫിക് കൺട്രോളിങ്ങിന് ആളില്ല. പകരം ട്രാഫിക്ക് പെടുത്തി ആൾക്കാർക്ക് ഫ്രസ്ട്രേഷനോടെ കൂട്ടി അത്രയും നേരം വെയിലത്ത് നിന്ന് വല്ല ഹെൽമെറ്റ് ഊരി ഒന്ന് കൈ പിടിച്ചാൽ അപ്പോൾ പെറ്റിയടിക്കും. പിന്നെ അപകട കാരണം എന്താണ്? ഹെൽമെറ്റും അല്ല, സീറ്റ് ബെൽറ്റും അല്ല. അപകട കാരണങ്ങളെല്ലാം നിലനിൽക്കെ ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ, അതായത് അപകടം പറ്റിയാൽ ഇവരുടെ തല മാത്രം രക്ഷിക്കാം എന്ന് പറയുന്ന രീതി ഭയങ്കര വലിയ സംഭവമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മന്ത്രിമാരും ഇവിടുത്തെ വലിയ ബുദ്ധിജീവികളൊക്കെ ഇരുന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ ഹെൽമെറ്റ് വെക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അപകട കാരണങ്ങൾ ദൂരീകരിക്കാതെ ഒരിക്കലും അപകടം നിൽക്കുന്നില്ലല്ലോ. പിന്നെ ഇവർക്ക് കിട്ടുന്ന ചാൻസ് എന്ന് പറഞ്ഞാൽ അടിക്കുക, പെറ്റിയടിച്ച് കൂട്ടുക. അപ്പോൾ അതിന് വേണ്ടി ഒരു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പൊല്യൂഷൻ്റെ കാര്യം പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പുകയുടെ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലായല്ലോ. എന്താണ്? വണ്ടി വെറുതെ നിർത്തിയിട്ടേക്കുന്ന സമയത്തുള്ള പുക വളരെ അധികം ആവശ്യമില്ലാത്തൊരു പുകയാണ്. ആവശ്യമില്ലാതെ വണ്ടികൾ ഓണായി കിടക്കുന്നു. ഓട്ടമാണ് അതിൻ്റെ ഉദ്ദേശമെങ്കിൽ ഓടി ലക്ഷ്യത്തെത്താൻ നേരത്തെ പറ്റണം. ആ ട്രാവലിംഗ് സ്പീഡ് നല്ല രീതിയിലാകണമെന്നുണ്ടെങ്കിൽ ട്രാഫിക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. റോഡ് സിസ്റ്റം നല്ലതായിരിക്കണം, റോഡ് നല്ലതായിരിക്കണം. അത് വിട്. ഇനി അടുത്ത പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് അലർജി ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ഈ ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമാണ്. ഒരുപാട് പേര് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു കൺസേണും ഇല്ല. ഈ സിറ്റീസിൽ എന്തുകൊണ്ട് ഇത്രയും പൊടി പൊങ്ങുന്നു? നമ്മൾ പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ എല്ലാം ഇത്രയും പൊടി റോഡിൽ നിന്ന് പൊങ്ങത്തില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ അവിടെ നല്ല ക്ലീനിങ് നടക്കും. റോഡ് ക്ലീൻ ചെയ്യും ഗവൺമെൻറ്. മാത്രമല്ല അവിടെ ഒരു മണ്ണെടുക്കാൻ പോയൊരു വണ്ടി, ഒരു ടിപ്പർ ലോറി മെയിൻ റോഡിലേക്ക്, ഏതെങ്കിലും ഒരു ടാറിട്ട റോഡിലേക്ക് ഇറങ്ങുവാണെങ്കിൽ അതിൻ്റെ ടയറിൽ മണ്ണ് കാണാൻ പാടില്ലെന്നുള്ളത് കർശനമാണ്. അത് കണ്ടാൽ അതിന് പെറ്റിയടിക്കും. അത് ആ റോഡിൽ മണ്ണ് വീഴുകയും അത് പൊടി പറന്ന് അതുപോലെ തന്നെ മറ്റ് ചിലപ്പോൾ അതിനകത്ത് ചെറിയ കല്ലുകൾ തെറിച്ച് വീണിട്ടോ എങ്ങനെയാണെങ്കിലും ചെറിയ ചെറിയ തരികൾ കണ്ണി വീഴുന്ന അഴുക്കല്ലേ, അതൊക്കെയാണല്ലേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മുടെ ആൾക്കാരുടെ മനുഷ്യൻ്റെ നന്മയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അവർ സ്ട്രിക്റ്റായിട്ട് പാലിക്കും. അതുകൊണ്ട് റോഡിൽ മണ്ണ് കയറത്തില്ല. പിന്നെ റോഡെന്ന് പറഞ്ഞാൽ ടാറ് കഴിഞ്ഞാൽ പിന്നെ ടൈലെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് മറ്റേ ടൈലുണ്ടല്ലോ, അത് ഫുട്പാത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ കടയിലോട്ടുള്ള വേറൊരു ടൈലും കോൺക്രീറ്റും അതാണ് കാണുന്നത്. അപ്പോൾ അതിനിടെ മണ്ണ് ഒരിടത്തും എക്സ്പോസ്ഡ് അല്ല. അങ്ങനെ വേണം സിറ്റി പ്ലാൻ ചെയ്യാൻ. ഇവിടെ പിന്നെ സിറ്റി ഇല്ല, പ്ലാനിങ് ഇല്ല, യാതൊന്നും ഇല്ലാത്ത ഗതികെട്ട മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കറ്റ് അടിച്ചും പിന്നെയും പിടിച്ചു പറിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രം ആണ് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ മതം ഈ കാര്യത്തിലെല്ലാം ഇടപെടുന്നുണ്ട്. ഈ മണ്ണിനോടും ഒരു ഏരിയയോടുമുള്ള സെൻറ്റിമെൻറ്റ്സ് മനുഷ്യനുണ്ടാക്കുന്നതിനകത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാകേണ്ട കാര്യങ്ങളില്ല. ഒരിടത്ത് നമുക്ക് ഇന്നിടത്ത് ജനിച്ചതുകൊണ്ട് അവിടെ തന്നെ ജീവിക്കണം, അവിടെ തന്നെ മരിക്കണമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഗോത്രീയമായ ഒരു ചിന്തയാണ്. അത് മനസ്സിലാക്കാൻ ഈ മതം തല പിടിച്ചവന്മാർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത് വെള്ളം, ഈ കെമിക്കൽ വേസ്റ്റും എല്ലാം കൂടെ തള്ളി, ഫുഡ് വേസ്റ്റ് അല്ലാത്ത പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക്കാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തെ സംബന്ധിച്ച്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം നിരോധിക്കുക. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം നിരോധിക്കുക എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബാഗുകൾ 50 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും പച്ചക്കറി മേടിക്കുന്ന ബാഗ് അങ്ങ് നിരോധിച്ച്, നിങ്ങൾ എന്നിട്ട് കണ്ടോ ഈ നാട്ടിൽ പ്ലാസ്റ്റിക് ഇല്ലാത്തത് ഒരു സാധാരണക്കാരൻ്റെ പച്ചക്കറി ബാഗ് മാത്രമാണ്. ബാക്കി എല്ലായിടത്തും പ്ലാസ്റ്റിക്കാണ്. നിങ്ങൾ ഏത് പ്രോഡക്റ്റിൻ്റെ എന്ത് സാധനം എടുത്ത് നോക്കിയോ അതെല്ലാം പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് കോട്ടഡ് പിന്നെ വേറെ എന്തോരം പ്ലാസ്റ്റിക് നിങ്ങൾക്ക് ഒരു ദിവസം കാണാൻ പറ്റുമെന്നറിയോ? പ്ലാസ്റ്റിക് ചട്ടിയൊക്കെ വരാൻ തുടങ്ങി ചെടി നടാനായിട്ട്. ഈ പ്ലാസ്റ്റിക് ചട്ടി എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് റീസൈക്ലിങ്ങിൻ്റെ ഒരു സാധനമാണ്. അതൊരു പ്ലാസ്റ്റിക് വേസ്റ്റാണ് ശരിക്കും. അത് ചിലപ്പോൾ ചൈനയെന്നോ കൊറിയയെന്നൊക്കെ വല്ലതും, ചൈനയെന്നോ അമേരിക്കയിൽ നിന്ന് വല്ലയിടത്തോട്ട് ഇതേപോലെ ഡിസ്പോസ് ചെയ്യാൻ നേരത്ത് റീസൈക്ലിങ്ങിൻ്റെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ
ഇനിയും റീസൈക്കിൾ ചെയ്താൽ അവിടെ പൊല്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന സമയത്ത് ചീപ്പായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും തേർഡ് വേൾഡ് കൺട്രീസിലോട്ട് വിൽക്കുന്ന ഒരു വേസ്റ്റ് ആവാനാണ് സാധ്യത. കാരണം അതൊരു കെമിക്കൽ വേസ്റ്റ് ആണ്. അപ്പോൾ അത് നമ്മളെടുത്തിട്ട് നമ്മളിവിടെ ചട്ടിയായിട്ട് വിൽക്കുക. ഈ ചട്ടി കൊണ്ട് എന്നിട്ട് ഭയങ്കര ചെടി നട്ട് കഴിയുമ്പോൾ അതിനകത്ത് എന്തോ ഭയങ്കര പോസിറ്റീവ് എനർജി കണ്ടെത്തുക. ഇങ്ങനെയുള്ള മണ്ടൻ ധാരണകൾ നമുക്കുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ മേടിച്ച് കൂട്ടുന്ന പല ടോയ്സും ഈ പറഞ്ഞ ടൈപ്പ് സാധനങ്ങൾ, കസേര, പ്ലാസ്റ്റിക് ചെയറുകളും എല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ്. പെട്ടെന്ന് ഒടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ബക്കറ്റ്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ ഇങ്ങനത്തെ കടകളിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഈ കടകളും നിറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് നമ്മൾ ഓർക്കും എങ്ങനെ ഇത്രയും ബക്കറ്റ് മേടിക്കുന്ന ഒരാൾ. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബക്കറ്റ് മേടിച്ചാൽ നിനക്കൊരു 5 വർഷമൊക്കെ ഉപയോഗിക്കാതെ, അത് നല്ലപോലെ കഴിയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇത് ക്വാളിറ്റി ഇല്ലാത്ത ബക്കറ്റ് 150 രൂപയ്ക്ക് കിട്ടും. അത് മേടിക്കും. അതിൻ്റെ കപ്പം പോട്ടെ, മഗ്, പിന്നെ എന്തെല്ലാം പ്രോഡക്റ്റ്സ്, ബാത്റൂം ക്ലീൻ ചെയ്യുന്ന മറ്റ് സാധനങ്ങൾ, ഓരോ കുപ്പികൾ, എല്ലാം പ്ലാസ്റ്റിക്. പല വേസ്റ്റ് പ്ലാസ്റ്റിക് ഏറ്റവും കൂടുതൽ ഓടുന്നത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണ്. ചില കുപ്പികളിൽ, പിന്നെ ചില ഈ പറഞ്ഞ പോലത്തെ ചട്ടി പരിപാടിയും, പിന്നെ എന്താ ബോർഡുകൾ, ചില ബോർഡിലൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് ഉണ്ട്. പിന്നെ ഓരോ പ്രോഡക്ട്സിനെയും പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ള ഈ എന്താ പറയണ്ടേ, കവറോ പ്രിൻ്റഡോ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ മുട്ടായിയും മറ്റേ സാധനങ്ങളും എല്ലാം പൊതിഞ്ഞു കൊടുക്കുന്ന പ്ലാസ്റ്റിക്. എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് ആണേ. അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ 50 പൈസയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന കവറിന് പകരം ആംബുലൻസിലാവുമ്പോൾ വീഡിയോ ഇടരുതെന്നാ. 50 പൈസയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന കവറിന് പകരം 15ഉം 7.5 ഒക്കെ രൂപ കൊടുത്ത് ഇത് മേടിച്ച് ഒരു സാധനം വീട്ടിൽ കൊണ്ടുകൊണ്ട് ഗതികേടുണ്ടാക്കിയിട്ട് ഈ സാധാരണക്കാരൻ്റെ പോക്കറ്റടിച്ച മൈരന്മാരെയൊക്കെ എന്താ പറയണ്ടല്ലേ. അവന്മാരല്ലേ മൈരന്മാർ. ഇങ്ങനത്തെ നിയമം പാസ്സാക്കുക എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ പ്ലാസ്റ്റിക് കൊണ്ടില്ലെന്ന് പറയാം. ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാം, ഗൾഫിലൊന്നും ഈ പ്രശ്നമില്ല കേട്ടോ. ഗൾഫിലൊക്കെ എല്ലാവരുടെയും പ്ലാസ്റ്റിക് കവറാണ്. രാജാവ് ഭരിക്കുന്ന രാജ്യമായതുകൊണ്ട് ആ പ്രശ്നമില്ല. അവർക്ക് പൊല്യൂഷനും ഇല്ല. ഇവിടെയൊക്കെ ഭയങ്കര പൊല്യൂഷൻ. അവിടെ ആണെങ്കിൽ മരുഭൂമിയാണ്. അതുകൊണ്ടായിരിക്കും. അവിടെ ബാക്കി എല്ലാം ക്ലീനാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിക്ക് നടക്കുന്നൊരു സ്ഥലമാണ്. ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നവും ഇല്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ. നമുക്കെന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ അറബി രാജ്യത്ത് നമ്മൾ എത്ര കവർ വേണമെങ്കിലും കിട്ടും. പക്ഷെ അത് റീസൈക്ലിംഗ് സാധ്യമായ പ്ലാസ്റ്റിക്കാണ്. അത് റീസൈക്കിൾ ചെയ്യണ്ട, അത് ഡീകമ്പോസ് ചെയ്ത് പോകുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ഉണ്ട്. ചിലപ്പോൾ കുറച്ച് നാളെടുത്താലും അവർക്ക് വലിയ ത്രെട്ടനിങ് അല്ലത്. പക്ഷെ നമ്മുടെ ഇവിടെ അത് കൊണ്ടുവരുന്നില്ല. പകരം എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. ഈ ലോകത്തെങ്ങും ഇതല്ല. ലോകത്തെല്ലായിടത്തും ഈ 50 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അതിന് വല്ല 5 രൂപയ്ക്ക് കൂട്ടാൻ പറ്റും നല്ല വേറെ ക്വാളിറ്റി ഇറക്കിയാൽ. ഈ 15 രൂപയുടെ പേപ്പർ തന്നെ ഉണ്ടാക്കണമെന്ന് എൻ്റെ ഇത്ര നിർബന്ധം. ഇത് ആരുടെ ഇൻഡസ്ട്രിയാണ് ഈ കവറും പേപ്പറും? അവരെന്തോ കാശ് മുടക്കി ചെയ്ത പോലെ ഉണ്ട് ഇത്. എന്നിട്ട് ഈ പന്ന പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ബാക്കി എല്ലാം കൂടെ അങ്ങ് തള്ളും. എവിടെ തിരിഞ്ഞാലും പൊതിഞ്ഞ് വെച്ചേക്കുമോ ഈ പ്ലാസ്റ്റിക്കിനകത്ത്. എന്തിന്? പ്ലാസ്റ്റിക് കൊണ്ട് പൊതിയേണ്ടാത്ത ഒത്തിരി സാധനങ്ങൾ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഫ്ലെക്സ്, പിന്നെ ഈ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഈ കളറുകളാണ് എല്ലായിടത്തും കാണുന്നത്. മുടിഞ്ഞ കളറാണ് ചുറ്റും ഫ്ലെക്സിൻ്റെ കളറുകൾ കാണുന്നുണ്ട്. ഈ ഫ്ലെക്സ് ബോർഡേ വേസ്റ്റ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പോരാത്ത ഇതിന് യൂസ് ചെയ്യുന്ന ഈ ഡൈ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു കെമിക്കൽ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ കാട്രിഡ്ജ് ഡിസ്പോസലൊക്കെ ഭയങ്കര ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഗൾഫിലൊക്കെ ഇത് കെമിക്കൽ വേസ്റ്റിനകത്തെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വലിയ ഡേഞ്ചറസ് സാധനമാണെന്നുള്ള അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കിവിടുന്ന് മനസ്സിലായില്ല. പക്ഷേ അവിടെ ഇതൊക്കെ കൺട്രോൾഡാണ്. ഇത്രയും ഫ്ലെക്സ് ബോർഡുകൾ വെക്കത്തില്ല, ഇത്രയും പരസ്യങ്ങൾ അനുവദിക്കത്തില്ല, റോഡിൽ ഇത്രയും ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കത്തില്ല. അത് റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പലരും അങ്ങോട്ട് നോക്കത്തില്ല, ഇങ്ങോട്ട് നോക്കത്തില്ല. ഇത് റോഡിൽ ഏറ്റവും കൂടുതൽ പരസ്യം വെച്ചേക്കുന്നത്. അതിനൊന്നും ഇല്ലാത്തൊരു കുഴപ്പമാണ്. ബാക്കിയുള്ളവർ സാധാരണക്കാരെന്തെങ്കിലും ചെറിയ കാര്യം പറയുമ്പോൾ, ചെകുത്താനൊക്കെ മരുന്ന് പറയുമ്പോഴും, ഗപ്പി വളിയെന്ന് പറയുമ്പോഴും, സഞ്ജു ടെക്കിയുടെ വണ്ടിക്കകത്തേണ്ട ഒരു കവറിനകത്ത് വെള്ളം നിറച്ചപ്പോഴും ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ വീണ്ടും കണ്ണിപ്പൊടി ഇടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തൊരു നാണക്കേടായത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, വെള്ളത്തിൻ്റെ പൊല്യൂട്ടഡായിട്ടുള്ള വെള്ളം, വിഷാംശമുള്ള ആഹാരം, ഇതിനെല്ലാം ശ്രദ്ധിക്കാതെ അത്രയും അവഗണിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ പോക്കറ്റടിക്കാനും പിടിച്ചു പറിക്കാനും അവൻ്റെ സ്വത്ത് ഇല്ലാണ്ടാക്കാനും അപഹരിക്കാനും മാത്രം ശ്രമിക്കുന്ന ഏതൊരു മനുഷ്യനാണ് ഈ ഭരണകൂടം. എല്ലാം അങ്ങനെ കേട്ടോ. നമ്മുടെ നാട് ഭരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഇനി BJP ഭരിച്ചാലും ആര് ഭരിച്ചാലും ഇതിൽ കൂടുതൽ സംഭവിക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്തും സ്കൂളിലൊക്കെ ഉണ്ടാക്കേണ്ട സാധനങ്ങളാണ്. അത് മാറാതെ ഇതൊരിക്കലും മാറത്തില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഈ സിലബസിലുമൊക്കെ കുറച്ച് മര്യാദകൾ പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആൾക്കാരെ പോക്കറ്റടിച്ച് ജീവിക്കാതെ എന്തെല്ലാം രീതി ജീവിക്കാൻ പറ്റും അല്ലേ? അതെങ്ങനെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് മാത്രം കിട്ടുന്നൊരു ആനുകൂല്യമാണ് ഈ പോക്കറ്റടി?